എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട MLA മുകേഷ് സാർ, ഇന്നത്തെ ഫിഫ്ത്ത് ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന എത്രയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ സാർ, ബഹുമാനപ്പെട്ട ഇരുവരെ MLA നൗഷാദ് സാർ, തെലങ്കാന ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഗണ്ട ചക്രപാണി സാർ, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിജയദശമി ആശംസകൾ അർപ്പിക്കുകയാണ്. ഇന്നൊരു നല്ല ദിവസം കൂടിയാണ് നമ്മുടെ 5th ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഇതിലും കൂടുതൽ നല്ല സന്ദേശം ഒരാൾക്കും പറയാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അതിൻ്റെ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 5ാം വാർഷിക ദിനമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. ആ വിദ്യ കൊണ്ട് സ്വതന്ത്രമാവുക എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും പ്രാവർത്തികമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്, എല്ലാ അർത്ഥത്തിലും. ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് പ്രശാന്ത് സാറ് ആൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എങ്കിൽ കൂടി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു പെട്ടെന്ന് നിർത്താം. കേരളത്തെ ഒരു സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കി മാറ്റാനും ഒരു ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനുമുള്ള ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു ദീർഘവീക്ഷണത്തിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കൂടിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതിനനുസരിച്ചാണ് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഓരോ പ്രവർത്തനവും ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന് അതിന്റെ ജനങ്ങളോട് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും പഠിക്കാൻ അവർക്ക് ഇഷ്ടമുള്ള ഏത് പ്രോഗ്രാം പഠിക്കാനുമുള്ള ഒരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിന് ആദ്യമേ തന്നെ ഞാൻ ഇപ്പോഴത്തെ ഗവൺമെന്റിനും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ഇത് തുടങ്ങി 2020 ഉദ്ഘാടനം ചെയ്ത് 22-ാം തീയതി അക്കാദമി തുടങ്ങി 3 വർഷം കൊണ്ട് ഏതാണ്ട് 75,000 സ്റ്റുഡൻസോളം ഈ അഡ്മിഷൻ കഴിയുമ്പോൾ 70,000-ന് മേളിൽ സ്റ്റുഡൻസ് നമ്മുടെ എൻറോൾമെന്റ് ചെയ്യും. 31 പ്രോഗ്രാം നമ്മൾ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 14 ഈ PGയും 16 UG പ്രോഗ്രാമും, അതുപോലെ നേരത്തെ പ്രശാന്ത് സാറ് പറഞ്ഞാണ് 45 ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്. ആൾ ഓവർ ദ കേരള 60 എക്സാമിനേഷൻ സെന്റേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഹാർഡിൽസും കൂടാതെ വന്ന് അവരെ കൗൺസിലിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പരീക്ഷ എഴുതാനുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മോഡലാണ്. അതായത് മറ്റുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിന്റെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഏത് പ്രോഗ്രാമോ യാതൊരു ഹർഡിൽസും ഇല്ലാതെ മാർക്കിൻ്റെതോ ഏജ് ലിമിറ്റോ ഒന്നും വേണ്ടാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ TC വേണ്ട, മാർക്കിന്റെ ഹാർഡിൽസ് ഇല്ല, റിസർവേഷന്റെ ഹാർഡിൽസ് ഇല്ല. പഠിക്കാൻ താല്പര്യമുണ്ടോ? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കാൻ താല്പര്യമുള്ള കൂടെ ഉണ്ട്. അങ്ങനെ ആ രീതിയിലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മൾ വർക്ക് ചെയ്യുന്നത്. +2 അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ എഴുതി ആർക്കും അവിടെ ഏത് UGക്ക് പ്രോഗ്രാം ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും ഏത് PGക്ക് ജോയിൻ ചെയ്യാം. അതായത് ഇപ്പം BA അറബിക് അല്ലെ BA ഹിന്ദി പഠിച്ചവർക്ക് MCAക്ക് ജോയിൻ ചെയ്യാം. ആ രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമ്മൾ ഒരു ബ്രിഡ്ജ് കോഴ്സസ് നടത്തി അവരുടെ ഫോളോ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസും നമ്മൾ മാറ്റാനുള്ള എല്ലാ രീതിയിലുള്ള സ്റ്റെപ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ യൂണിവേഴ്സിറ്റി 5 വർഷം കൊണ്ട് ഈ നിലയിലെത്താൻ ഒരുപാട് പേര് സഹായമുണ്ട്. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ സഹായമുണ്ട്, ബഹുമാനപ്പെട്ട ഗവർണർ ഓഫീസിൽ നിന്നുള്ള സഹായം, ബഹുമാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബിന്ദു മാഡം, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ സാർ തുടങ്ങി എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കൂടിയാണ് ശ്രീനാരായണ. എല്ലാവർക്കും ഇതിന്റെ ക്രെഡിറ്റ് ഉണ്ട്, ഒരാൾക്ക് മാത്രമായിട്ട് ഈ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് വൈസ് ചാൻസലറായ മുബാറക് ബാഷ സാറാണ്. സാർ ഒരു ഫൗണ്ടേഷൻ, നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് ഇവിടുന്ന് പോയത്. അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അതിനകത്ത് കെട്ടിപ്പൊക്കിയാൽ മതിയായിരുന്നു. അതുപോലെ
പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിഭിന്നമായി സിൻഡിക്കേറ്റും ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനും VC എല്ലാം ഒരേ മാനസികാവസ്ഥയിൽ ഒരേ വേവ് ലെങ്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ നിലയിലെത്താൻ കഴിയും. അല്ലാതെ സിൻഡിക്കേറ്റ് ഒരു പക്ഷത്തും VC വേറൊരു പക്ഷത്തുമുള്ള നമ്മൾ കാണുന്നുണ്ടല്ലോ, അങ്ങനെയൊന്നുമല്ല. ഒരു ഫുൾ ടൈം എംപ്ലോയി പോലെയാണ് ഇവിടുത്തെ എല്ലാ സിൻഡിക്കേറ്റ് മെമ്പേഴ്സും വർക്ക് ചെയ്യുന്നത്. ഈ അവസരത്തിൽ ഫസ്റ്റ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സായ അഡ്വക്കേറ്റ് ബിജു മാത്യു സാർ, ജയപ്രകാശ് സാർ, ശ്രീവത്സൻ സാർ, ഉദയാല ടീച്ചർ, നിസാമുദ്ദീൻ സാർ, ഫസലി സാർ, റെനി മാഡം ആൻഡ് അനുശ്രീ എല്ലാവരെയും ഈ ചെയ്ത സഹായങ്ങൾക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. കാര്യം അവരും ആദ്യത്തെ വൈസാംഗങ്ങൾ നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് യൂണിവേഴ്സിറ്റി പോയേക്കുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന സിൻഡിക്കേറ്റിനായാലും എനിക്കായാലും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനകത്ത് ചില കട്ടകൾ പറക്കി വെച്ചാൽ മതി. അതുകൊണ്ട് ഈ അവസരത്തിൽ അവരെ എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. എൻ്റെ എല്ലാവിധ നന്ദി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ റെഗുലർ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന തട്ടിക്കൂടൽ പരിപാടിയാണ്. അങ്ങനെയല്ല, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഓരോ ഡിഗ്രി തുടങ്ങുന്നതെങ്കിലും റെഗുലർ കോളേജ് തുടങ്ങുന്ന ഡിഗ്രി തുടങ്ങുന്നതിനെക്കാട്ടും സ്ട്രിഞ്ചന്റ് റൂൾസ് ആണ് UGC ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഡിഗ്രി ഓഫർ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഇവിടെ ഓഫർ ചെയ്യുന്ന എല്ലാ ഡിഗ്രിയും UG ആയാലും PG ആയാലും മറ്റുള്ള റെഗുലർ യൂണിവേഴ്സിറ്റിക്ക് തത്തുല്യമാണ്. UPSC ആയാലും അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ആയാലും വെളിയിൽ പോകുന്ന എമിഗ്രേഷൻ പർപ്പസിനായാലും ഒരു വ്യത്യാസവുമില്ല. ഇക്വലൻസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റോ അല്ല, ആർക്ക് ഏത് പ്രോഗ്രാമിന് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ തവണ നമ്മുടെ 5th ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ പുതിയ പ്രോഗ്രാം, അതായത് MBA MCA ജനുവരി അഡ്മിഷൻ നമ്മൾ അപ്രൂവൽ UGC അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ അവസരത്തിൽ അനൗൺസ് ചെയ്യാണ്. MBA MCA അത് കൂടാതെ പുതിയ പ്രോഗ്രാമുകൾ നമ്മൾ ഇതിന്റെ 5th ആനിവേഴ്സറി ആയിട്ട് അടുത്ത അക്കാഡമിക് ഇയർ നമ്മൾ തുടങ്ങുന്നുണ്ട്. അതായത് BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MSW, BA MSc മാത്തമാറ്റിക്സ്, MLib, BLib, B.Ed അപ്രൂവൽ, NCTയുടെ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് B.Ed പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. റിസർച്ച് പ്രോഗ്രാം നമ്മൾ തുടങ്ങുന്നുണ്ട്. കൂടാതെ നമ്മൾ ഒരുപാട് നേരത്തെ ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് അഡ്വക്കേറ്റ് പ്രശാന്ത് സാർ പറഞ്ഞ ഏകദേശം 50ഓളം സ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം നമ്മൾ തുടങ്ങുന്നുണ്ട്. NCVTയുടെ അപ്രൂവലിന്റെ ഫൈനൽ സ്റ്റേജാണ്. അപ്പം ഡ്യുവൽ സർട്ടിഫിക്കേഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വെറുതെ ഒരു പേപ്പർ വാല്യുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതല്ല, അത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ജീവിത മാർഗം, ഒരു ജോലി അല്ലെങ്കിൽ ഒരു ലൈവ്ലിഹുഡ് കിട്ടുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വെറുതെ കാശ് വാങ്ങിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന. അതിനനുസരിച്ച് നമ്മൾ BA എന്റർപ്രണർഷിപ്പ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ ബാച്ചിലർ ഡിഗ്രി എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം തുടങ്ങുന്നത്. അത് പഠിച്ചാൽ ഇപ്പോഴത്തെ കുടുംബശ്രീ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ വർക്ക് ചെയ്യുന്ന വനിതകൾ ഈ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് വലുതാക്കാനും അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്കുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അതിനകത്ത് കിട്ടുന്നുണ്ട്. കൂടാതെ അവർക്കൊരു ഡിഗ്രിയും കൂടെ കിട്ടുമ്പോൾ അവർക്ക് നാളെ അല്ലെങ്കിൽ സർക്കാരിലോ പ്രൈവറ്റിലോ ഏതെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മളിപ്പം ഈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയ മറ്റുള്ള യൂണിവേഴ്സിറ്റി തുടങ്ങിയിരുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഒരു അമ്പലയുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഫേസ് ആയിട്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി തുടങ്ങിയിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എല്ലാ കോഴ്സും ഈ യൂണിവേഴ്സിറ്റി തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് അത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു 31 പ്രോഗ്രാം. ഇപ്പൊ സെക്കൻഡ് ഫേസ് ആയിട്ട് നമ്മൾ മോഡേൺ ഇന്നോവേറ്റീവ് പ്രോഗ്രാം തുടങ്ങിയത്. അതിന്റെ പാർട്ടായിട്ട് BSc ഡാറ്റാ സയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൾട്ടിമീഡിയ, അങ്ങനെ കുറെ അധികം UG പ്രോഗ്രാമുകൾ പൈപ്പ് ലൈനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല ജോലി കിട്ടുന്ന ഇന്നോവേറ്റീവ് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഡിജിറ്റൽ യുഗത്തിനനുസരിച്ചിട്ടുള്ള ഒരുപാട് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇരട്ട ബിരുദം ഈ ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ നമ്മൾ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം തന്നെ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് റെഗുലർ കോളേജിലോ അല്ലെങ്കിൽ വേറെ എവിടെ പഠിക്കുന്നവർക്ക് പാരലായിട്ട് ഇവിടെ വേറെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് അവർക്ക് മലയാള സാഹിത്യത്തിലോ സംസ്കൃതത്തിലോ താല്പര്യം ഉണ്ടെങ്കിൽ പാരലി അവർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വെളിയിലൊക്കെ പോകണമെങ്കിൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പഠിക്കണം. അതുപോലെ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ തുടങ്ങിയിട്ട് കൂടാതെ ജർമ്മൻ, ഫ്രഞ്ച്, ജാപ്പാനീസ് തുടങ്ങിയ കോഴ്സുകൾ തുടങ്ങാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട്. അതുപോലെ വെളിയിലൊക്കെ ഈ IELTS അല്ലെങ്കിൽ OETക്ക് 50,000 ഒക്കെ പൈസ കൊടുത്ത് പഠിക്കേണ്ടത് നമ്മളിവിടെ ഒരു 15,000 രീതിയിലാണ് റേഞ്ച് ചെയ്യുന്നത്. അതായത് പാവപ്പെട്ടവർക്ക് ആക്സസ് ആവുന്ന രീതിയിലാണ് എല്ലാം
നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും പബ്ലിക്കിനൂടെ ബെനിഫിറ്റ്സ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡായിട്ട് ഒരു പബ്ലിക് ഡീറ്റെയിൽ ലൈബ്രറി, ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് ഡീറ്റെയിൽ ലൈബ്രറി ഒരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ ഡീറ്റെയിൽ ലൈബ്രറി ഉണ്ട്, അത് അവിടുത്തെ സ്റ്റുഡൻസിനാണ്. ഇത് പബ്ലിക്കിനൂടെ ആക്സസ് ആവുന്ന രീതിയിലാണ് അത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ കേരള ലൈബ്രറി കൗൺസിലിന്റെ കീഴിലുള്ള 2500 എ ക്ലാസ് ലൈബ്രറി നമ്മുടെ റെഫറൻസ് ലൈബ്രറിയാക്കി മാറ്റാനുള്ള MOU സൈൻ ചെയ്യാൻ പോവുകയാണ്. ഈ ലൈബ്രറിയിലും നമ്മുടെ ജില്ലാ ലൈബ്രറി ഒരു ടെർമിനൽ സെക്കൻഡ് ഫേസ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പരിപാടിയുണ്ട്. അതായത് പാവപ്പെട്ട വീട്ടിൽ നെറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് ഈ തൊട്ടടുത്ത ലൈബ്രറി വന്നിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ ഒരുക്കാൻ സെക്കൻഡ് ഫേസ് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ പരീക്ഷ നമ്മൾ ഒരുപാട് ഇന്നോവേഷൻസ് നമ്മൾ ആൾറെഡി കൊണ്ടുവന്ന് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യയിൽ കേരളത്തിൽ ആദ്യമായിട്ട് നടത്തിയത് ഞങ്ങളാണ്. അതുപോലെ എക്സാം ഓൺ ഡിമാൻഡ്, ഇപ്പം നമ്മൾ ഒരുപാട് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വെളിയിൽ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ പരീക്ഷ നടത്തുന്ന സൺഡേസിൽ വരണം. അപ്പോൾ ഒരുപാട് ലീവ് എടുത്ത് വരേണ്ടതുകൊണ്ട് അടുത്ത വർഷം നമ്മൾ എക്സാം ഓൺ ഡിമാൻഡ്, അപ്പോൾ അവർ ഒരു മിനിമം പീരീഡ് കഴിഞ്ഞാൽ അവർ പറയാണ് ഞാൻ ലീവിന് വരുന്നതുകൊണ്ട് ഞാൻ എക്സാം എഴുതാൻ റെഡിയാന്ന് പറയുമ്പോൾ നമ്മൾ നടത്തി കൊടുക്കും. അത് ഒരു കുട്ടിയായാലും 100 കുട്ടിയായാലും നമ്മൾ നടത്താൻ അതിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് റെഡിയായി വരുന്നുണ്ട്. പിന്നെ റിസൾട്ട് പരീക്ഷ നടന്ന റിസൾട്ട് 10 ദിവസത്തിനകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഓൺ സ്ക്രീൻ വാല്യുവേഷൻ അതിന്റെ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഈ വർഷം തന്നെ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇത് പുതിയ സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. അതുപോലെ റെഗുലർ സ്റ്റുഡൻസിന് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഇവിടെ പഠിക്കുന്ന ഓരോ ലേണേഴ്സിനും കൊടുക്കുന്നുണ്ട്. അതായത് കലോത്സവം നടത്തി കൊടുത്തു, സ്പോർട്സ് ഫെസ്റ്റ് നടത്തുന്നത്. അത് ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ കലോത്സവവും സ്പോർട്സ് ഫെസ്റ്റിവൽ നടത്തുന്നത്. അതുപോലെ കൾച്ചറൽ പ്രോഗ്രാമും നമ്മൾ നടത്തുന്നത്. ഈ വർഷം സ്പോർട്സ് കലോത്സവം കോഴിക്കോടും സ്പോർട്സ് ഫെസ്റ്റ് ആലപ്പുഴയും എറണാകുളത്തും കൾച്ചറൽ ഫെസ്റ്റ് കൊല്ലത്തുമായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അതിന്റെ അനൗൺസ്മെന്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ സാമൂഹിക ക്ഷേമം വെച്ചുള്ള ഒരുപാട് പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പറഞ്ഞില്ലേ, ശ്രീനാരായണ ഗുരുദേവന്റെ വിദ്യ കൊണ്ട് സ്വതന്ത്രം, എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. അതായത് പണമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കാശില്ലാത്തത് കൊണ്ടോ ഒരു വിദ്യാർത്ഥി പോലും പഠിക്കാൻ താല്പര്യം, ഒരു വിദ്യാർത്ഥി പോലും എഡ്യൂക്കേഷൻ കിട്ടാത്ത രീതിയിലാണ് ഈ തവണ പുതിയ സിൻഡിക്കേറ്റ് പ്രകാരം 55 ലക്ഷം രൂപ നമ്മൾ ഒരു സ്കോളർ പാവപ്പെട്ട കുട്ടികൾ ഫീസ് ഇല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 55 ലക്ഷം രൂപ ഈ തവണത്തെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന് ഫ്രീ എഡ്യൂക്കേഷൻ, ഡെയിലി ഇൻമേഴ്സിന് ഫ്രീ എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ലേബിളിന്റെ കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് അതുപോലെ MLA-മാരുമായിട്ടൊക്കെ ചേർന്ന് പല സ്കീമിൽ ഒരുപാട് കുട്ടികളെ നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്, ഫ്രീ ആയിട്ടും സ്പോൺസേർഡുമായിട്ടൊക്കെ. പിന്നെ നമ്മൾ ഇപ്പോൾ ആണെങ്കിൽ ലിറ്റററി മിഷനുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ നമ്മുടെ കേരളത്തിലെ സാമൂഹികമായും സാംസ്കാരികമായും വളർച്ചയ്ക്ക് ലിറ്റററി മിഷൻ, അത് സാക്ഷരതാ മിഷൻ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ അവരുമായിട്ട് നമ്മൾ കൈകോർക്കുകയാണ്. ഇപ്പൊ അവർ വെച്ചിട്ട് +2 വരെയുള്ള ഓപ്ഷൻസേ ഉള്ളൂ. നമ്മളുമായിട്ട് ചേർന്നിട്ട് അവർക്ക് ഡിഗ്രി ചെയ്യാനുള്ള അവസരം, അത് കഴിഞ്ഞിട്ട് PG ചെയ്യാനുള്ള അവസരം, അത് കഴിഞ്ഞിട്ട് റിസർച്ച് ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കാൻ പോകുന്നത്. ഇത്തവണ 4000 പേരാണ് ലിറ്ററസി മിഷൻ വഴി ചേരുന്ന. ഇപ്പൊ എല്ലാ ഡിസ്ട്രിക്ട്സിലും അതിന്റെ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. ഞാൻ തന്നെ നേരിട്ട് മിക്ക ഡിസ്ട്രിക്ട്സിലും പോയി അവർക്കുള്ള എല്ലാ ലേണേഴ്സിന്റെയും സംശയങ്ങൾ എതിർക്കുന്നത്. മറ്റേ മലപ്പുറത്തുണ്ട്, അന്ന് അവിടുന്ന് 1000 പേരാണ് നമ്മുടെ ലിറ്ററസി മിഷൻ വഴി നമ്മുടെ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു ദീർഘവീക്ഷണത്തിന്റെ ഒരു പ്രോജക്റ്റായ വിജ്ഞാന കേരളം, അതായത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ആയ തൊഴിലില്ലായ്മയുടെ പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് വിജ്ഞാന കേരളം. അതിന്റെ സർട്ടിഫൈയിങ് ഏജൻസിയായിട്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതായത് ഈ ചെറിയ ചെറിയ സ്കിൽ, അതായത് ഇപ്പം പ്ലംബിങ്, ഇലക്ട്രീഷ്യൻ, അപ്പൊ അവർക്ക് നോളജ് ഉണ്ട്, പക്ഷെ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പൊ അവര് നേരെ വെളിയിലോ അല്ലെങ്കിൽ ഗൾഫിൽ കൺട്രീസിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഇത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലെ ഒരു പ്രൂഫ് വേണം. അപ്പൊ അത് നമ്മളൊരു അക്കാഡമിക് ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് നമ്മളൊരു സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഈ അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിലൊരു അൺഎംപ്ലോയ്മെന്റിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് അത് വരുന്നത്. കൂടാതെ 3.5 ലക്ഷത്തോളം വരുന്ന NSS വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് ഇപ്പം നമ്മൾ അവർ കൊടുക്കുന്നത് കോളേജിലെ NSS കോർഡിനേറ്റർ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അതിന് യാതൊരു വാല്യൂ ഇല്ല. ഇപ്പൊ നമ്മൾ അതുപോലും ആ ഒരു വർഷത്തെ വർക്ക് നമ്മളൊരു അക്കാഡമിക് ഫ്രെയിം വർക്കിൽ കൊണ്ടുവന്നിട്ട് അവർക്കൊരു സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഡ്യുവൽ സർട്ടിഫിക്കേഷനാണ് കൊടുക്കുന്നത്. ഒന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും ഒന്ന് NCVT സർട്ടിഫിക്കറ്റും. അപ്പൊ ഈ 3.5 ലക്ഷത്തോളം വരുന്ന NSS വോളണ്ടിയേഴ്സ് നാളെ അവർ MSW അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ സർവീസ് ചെയ്യുമ്പോൾ അവർക്ക് ഈ ക്രെഡിറ്റ് അങ്ങോട്ട്
ട്രാൻസ്ഫർ നമ്മൾ ഓഫർ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആയാലും ഡിപ്ലോമ ആയാലും UG ആയാലും PG ആയാലും എല്ലാം ABC ബാങ്കിൽ അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് ക്രെഡിറ്റ് ബേസ് സിസ്റ്റത്തിൽ ഓഫർ. അതുകൊണ്ട് അവർക്ക് ഈ കേരളത്തിന് വെളിയിൽ എവിടെ പോയാലും ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവർ ഹയർ എഡ്യൂക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം പുതിയൊരു വർക്ക് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഡയറ്റും അതുപോലെ ചേർന്നിട്ട് ജനറൽ എഡ്യൂക്കേഷനായിട്ട് ചേർന്നിട്ട് ഈ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടി ഇപ്പം LP സ്കൂളിലൊക്കെ ഉള്ളവർക്കൊക്കെ ഡിഗ്രി ഉള്ള വീണ്ടും അത് കഴിഞ്ഞിട്ട് അവർക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഇതുള്ള ഒരു പുതിയ പ്രോജക്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ വർഷം തന്നെ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ പഠിക്കാൻ താല്പര്യമുണ്ടോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അവരെ പറയുന്നുണ്ട്. ഒന്നും ഒരു പേടിയും കൂടാതെ അവർക്ക് ഇഷ്ടമുള്ള ഏത് ഡിഗ്രിയും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ ദീർഘകാല സ്വപ്നമായ നമ്മുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ബിൽഡിംഗ് പണിയുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് ബാലഗോപാൽ സാറിന്റെ എന്താ പറയുന്ന വാക്കുകളില്ല എനിക്ക് പറയാൻ ചെയ്ത സഹായത്തിന്. ഇതുകൊണ്ട് നമുക്ക് വസ്തു 26 കോടി തന്നിട്ട് വസ്തു വാങ്ങിക്കാൻ പറ്റി. ഇന്ന് മാസ്റ്റർ പ്ലാൻ അതിന്റെ റിലീവ് ചെയ്യുന്നുണ്ട്, അത് ഓപ്പൺ ആക്കുന്നുണ്ട്. അതും ബാലഗോപാൽ സാറ് 30 കോടി നമുക്ക് ബഡ്ജറ്റിൽ തന്നിട്ടുണ്ട്. കൂടാതെ സാർ അഷുറൻസ് തന്നിട്ടുണ്ട്. ബാക്കി എത്ര എമൗണ്ട് ഉണ്ടെങ്കിലും ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പൈസ തരാമെന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, പ്രശാന്ത് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, കിട്ടുന്ന അവസരത്തിലെല്ലാം സാറ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്നതിന്റെ മാസ്റ്റർ പ്ലാൻ നിങ്ങൾക്ക് എല്ലാം കാണാം. വേൾഡ് ക്ലാസ് മാസ്റ്റർ പ്ലാൻ ആണ്. അതുപോലെ പിന്നെ അതും നമ്മൾ ചെയ്തേക്കുന്നത് അതിനകത്തുള്ള ഫെസിലിറ്റീസ് നമ്മുടെ പബ്ലിക്കിന് എല്ലാ ഫെസിലിറ്റീസും പബ്ലിക്കിന് ആക്സസ് ചെയ്യുന്ന രീതിയിൽ അതിനകത്തുള്ള ഓഡിറ്റോറിയം ആയാലും സ്പോർട്സിനുള്ള ഫെസിലിറ്റീസ് ആയാലും ആ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കൂടാതെ അതൊരു മോഡേൺ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ബിൽഡിംഗ് ആണ് പ്ലാൻ ചെയ്യുന്ന. എനർജി എഫിഷ്യന്റും ഇതേ കണക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെയ്യുന്നു. അതുപോലെ വികസന സമൂഹത്തിന്റെ വിദ്യാഭ്യാസ നൈപുണ്യ ആവശ്യങ്ങൾക്ക് പ്രായോഗിക വൈവിധ്യമാർന്ന ഒട്ടേറെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സജ്ജമാണെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു MDയും പേരിൽ നന്ദി പറയാണ്. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയദശമി ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.